സാൻസിബാറിലെ മംഗാപ്പാനി ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. ഏറെ ചരിത്രം കടന്നുപോയ ഒരു പ്രദേശത്തിൻ്റെ കടൽ തീരമാണിത്. ഇളം നീല ജലപ്പരപ്പ്, വെള്ളിമണലിൻ്റെ തീരം, പവിഴപ്പുറ്റുകൾ ഉറഞ്ഞുണ്ടായ കൂറ്റൻ പാറക്കെട്ടുകൾ തീരത്ത്, ചെറിയ റിസോർട്ടുകളും ഉല്ലാസകേന്ദ്രങ്ങളുമെല്ലാമുള്ള പ്രദേശമാണിത്. നല്ല തെളിഞ്ഞ നീലജലം, അതിനിടയിൽ പവിഴപ്പുറ്റുകൾ ഉറഞ്ഞ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട പാറകളും കാണാം. പുറംകടലിൽ ഒരു കപ്പൽ നീങ്ങുന്നു. ഫിഷിംഗ് ട്രോളറോ ചരക്ക് കപ്പലോ ആവാം. സാൻസിബാറിന്റെ പോർട്ടിലേക്കാണ് അത് നീങ്ങുന്നത്. ഇളം നീല ജലപ്പരപ്പിൽ നാട്ടുകാരുടെ ജലവാഹനമാണ് മറ്റൊരു കാഴ്ച. സാൻസിബാറിലും ടാൻസാനിയുടെ തീരത്തുമുള്ള സ്വാഹിലി ജനതയുടെ തനത് ജലവാഹനമാണിത്. ഗാലവ എന്നാണ് ഇതിൻ്റെ പേര്. ഡബിൾ ഔട്ട്റിഗർ കാനോയി വിഭാഗത്തിൽപ്പെടുത്താവുന്ന ബോട്ട്. സാൻസിബാറിലെ മുക്കുവർ പരമ്പരാഗതമായി തീരക്കടലിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നത് ഇത്തരം ബോട്ടുകളാണ്. ഇവിടെ കടലിനാഴം കുറവാണെന്നതിനാൽ കഴുക്കോൽ ഊന്നിയാണ് മുക്കുവർ പോകുന്നത്. ശരിക്കും ഇതൊരു പായ് വഞ്ചിയാണ്. ആദ്യകാലത്ത് ഒറ്റത്തടി കുഴിച്ചാണ് ഈ തോണി നിർമ്മിച്ചിരുന്നത്. വീതി കുറഞ്ഞ ബോട്ട് മറിയുന്നത് തടയാൻ ഇരുഭാഗത്തും ഓരോ ഔട്ട്റിഗർ അഥവാ ഹള്ളുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. തീരത്ത് ഞണ്ടുപിടിച്ചു മടങ്ങുന്ന നാട്ടുകാരൻ. കോറൽ ശിലകൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്ന ഞണ്ടുകളെ കൂർത്ത കമ്പുകൊണ്ട് കുത്തിയാണ് ഇവർ പിടികൂടുന്നത്. ഇന്നത്തെ ഞണ്ടുപിടുത്തം അവസാനിപ്പിച്ച് പായൽ പടരുന്ന മണൽപ്പരപ്പിലൂടെ നടന്നു പോകുന്നു വൃദ്ധൻ. മുക്കുവക്കുട്ടികൾ തീരത്തുകൂടി കളിച്ചു നടക്കുന്നു. കുറച്ചപ്പുറം കടൽ തീരത്ത് ചില ഗ്രാമങ്ങളുണ്ട്. മംഗാപ്പാനിയിലെ തികച്ചും സാധാരണമായ കാഴ്ചകളാണ് ഇതെല്ലാം. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തീരമാണിത്. മംഗാപ്പാനി എന്ന സ്വാഹിലി വാക്കിന്റെ അർത്ഥം അറബികളുടെ തീരമെന്നാണ്. 1840 മുതൽ 1880 വരെ അടിമക്കച്ചവടത്തിന്റെ ബ്ലാക്ക് മാർക്കറ്റായിരുന്നു മംഗാപ്പാനി. അന്ന് അറബി നാട്ടിൽ നിന്നും ധാരാളം പായ്ക്കപ്പലുകൾ ഈ തീരത്ത് വന്നടുക്കുമായിരുന്നു. അങ്ങനെയാണ് അറബികളുടെ തീരമെന്ന് ഈ പ്രദേശത്തിന് വിളിപ്പേരുണ്ടായത്. രസകരമായ ഒരു ഭൂമിശാസ്ത്ര പ്രത്യേകതയാണ് സാൻസിബാറിന്റെ ഈ തീരത്ത് കാണുന്നത്. പവിഴപ്പുറ്റുകൾ ഉറഞ്ഞ് കട്ടയായി വലിയ പാറക്കെട്ടുകൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഡ്രൈവർ അബുവാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. മടങ്ങാൻ നേരമായെന്ന് പറഞ്ഞ് അബു മുന്നിൽ നടക്കുന്നു. ഈ ക്ലിഫിൽ നിന്നും പഞ്ചസാര മണലിന്റെ തീരത്തേക്കൊന്ന് ഇറങ്ങണമെന്ന് എനിക്കുണ്ട്. പക്ഷേ മറ്റൊരു ബീച്ചിലേക്ക് കൊണ്ടുപോകാമെന്നാണ് അബു പറയുന്നത്. മംഗാപ്പാനിയിലെ ഏതാനും ചരിത്ര സ്ഥലങ്ങളിലേക്ക് കൂടി ഇനിയും പോകാനുണ്ട്. സ്ലേവ് ചേംബേഴ്സ് കാണാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇതാണ് സ്ലേവ് ചേംബേഴ്സ്. വീണ്ടും കാറിൽ കയറി യാത്ര തുടർന്നു. ഇത്തരം ഓലമേഞ്ഞ വീടുകൾ ഇപ്പോൾ ഇവിടെയൊക്കെയേ കാണാനാവൂ എന്നെനിക്ക് തോന്നി. മാവും പ്ലാവും വാഴയും തെങ്ങുമെല്ലാം വളർന്നു നിൽക്കുന്നു. അബുവിൻ്റെ കാറിൽ മറ്റൊരു ചരിത്ര സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. സാൻസിബാറിൽ സുൽത്താൻ ഭരണം നിലനിന്ന കാലത്ത് മംഗാപ്പാനിയിലെ കൃഷിയിടങ്ങൾ പ്രബലരായ ഏതാനും ഭൂപ്രഭുക്കന്മാരുടെ അധീനതയിലായിരുന്നു. അടിമവ്യാപാരത്തിലൂടെ സമ്പന്നരായവരായിരുന്നു അവർ. വലിയ തെങ്ങിൻ തോപ്പുകളിലൂടെയാണ് യാത്ര. അവിടെ ഒരിടത്ത് അബു കാർ നിർത്തി. മംഗോപ്പാനി സെക്കൻഡ് വേൾഡ് വാർ ബങ്കേഴ്സ് എന്നൊരു ബോർഡ് ഇവിടെയുണ്ട്. ഫലകത്തിൽ ബങ്കറുകളുടെ ചരിത്രം എഴുതിവച്ചിരിക്കുന്നു. തെങ്ങുകൾക്കിടയിൽ വലിയൊരു വാച്ച് ടവർ. ഹിസ്റ്റോറിക്കൽ സൈറ്റിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ ഷെൽട്ടറാണ് ഇത്. പക്ഷേ കാവൽക്കാരൊന്നും ഈ പരിസരത്തില്ല. സന്ദർശകർക്ക് നടക്കാനുള്ള പാത കട്ടകെട്ടി വേർതിരിച്ചിട്ടുണ്ട്. ഇതാണ് ബങ്കറുകളിലേക്കുള്ള ഒരു കവാടം. അതിലൂടെ എത്തിയത് ബങ്കറുകളുടെ കാഴ്ചയിലേക്കാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ നാളുകളിൽ ബ്രിട്ടീഷ് സൈനികർ ഒളിച്ചിരുന്ന ഷെൽട്ടറുകളാണിത്. ആയുധധാരികളായ നിരവധി പട്ടാളക്കാർ ഊഴമിട്ട് കാവലിരുന്ന ഇടം. ഈ പരിസരത്ത് പലയിടങ്ങളിലായി ബങ്കറുകളുണ്ട്.
വാച്ച് ടവറിൽ ദൂരദർശനിയിലൂടെ സദാസമയവും കടലിലേക്ക് നോക്കിയിരുന്ന പട്ടാളക്കാർ ശത്രുക്കളുടെ കപ്പലിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ഉടനെ ഈ കരയിൽ നിന്നും അതിനു നേരെ ആക്രമണം നടത്തുന്നതായിരുന്നു പതിവ്. യുദ്ധകാലത്ത് തന്ത്രപ്രധാനമായ ഒരു മേഖലയായിരുന്നു സാൻസിബാർ. ടാൻസാനിയയുടെ മെയിൻലാൻഡിനും സാൻസിബാർ ദ്വീപിനുമിടയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ ആക്രമിക്കാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതായിരുന്നു. പുറത്തുനിന്നും പെട്ടെന്നൊന്നും കണ്ടെത്താനാവാത്ത കോൺക്രീറ്റ് ബങ്കറുകൾ. അപ്പുറം അക്കാണുന്നതാണ് നിരീക്ഷണ ഗോപുരം. ഒബ്സർവേഷൻ ടവറിൽ നിന്നും ബൈനോക്കുലറിലൂടെ നോക്കിയാൽ കടലിലൂടെ തെക്കോട്ട് നീങ്ങുന്ന കപ്പലുകളെ വ്യക്തമായി കാണാനാവുമായിരുന്നു. 4 നിലകളുള്ള ഗോപുരമാണിത്. ഉള്ളിലൂടെ കോണിപ്പടികളുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തിലെ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിനായിരുന്നു 2ാം ലോകമഹായുദ്ധകാലത്ത് ഈ പ്രദേശത്തിന്റെ ചുമതല. ആഫ്രിക്കയുടെ മെയിൻലാൻഡിലും സാൻസിബാറിലുമായി അന്ന് കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ 4.5 ലക്ഷം പട്ടാളക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 1 ലക്ഷം പേർ പ്രാദേശികമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട കറുത്ത വർഗക്കാരായിരുന്നു. വിവിധയിനം ബങ്കറുകൾ ഇവിടെയുണ്ട്. ഭൂനിരപ്പിൽ നിന്നും അല്പം താഴ്ത്തി പീരങ്കി ഷില്ലുകളും ബോംബുകളും വന്നു വീഴാത്ത തരത്തിൽ നിർമ്മിച്ച അറകൾ. ഇതിന്റെയെല്ലാം മുകൾ തട്ടിൽ പുല്ല് വളർത്തിയിരുന്നു. അതിനാൽ ശത്രു വിമാനങ്ങൾക്കും പെട്ടെന്നൊന്നും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വലതുവശത്ത് ഇക്കാണുന്നതും ഒരു ബങ്കറാണ്. അകത്തേക്ക് ശുദ്ധവായു ലഭിക്കുന്നതിനായി നിർമ്മിച്ച ദ്വാരങ്ങളും അതിൽ കാണാം. ധനികനായ ഒരു അറബി ഭൂപ്രഭുവിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ കുന്നിൻ പ്രദേശം. അദ്ദേഹത്തിന്റെ വലിയൊരു ബംഗ്ലാവും അന്നിവിടെ ഉണ്ടായിരുന്നു. ആ വീട് നിന്ന സ്ഥലത്താണ് ഈ വലിയ ബങ്കർ പണിതിരിക്കുന്നത്. യുദ്ധം വന്നതോടെ അറബി ഭൂപ്രഭുവിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യം ഈ പ്രദേശം ഏറ്റെടുക്കുകയും അറബിയെയും കുടുംബത്തെയും ബംഗ്ലാവിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയുമായിരുന്നു. പിന്നെ അവർ ബംഗ്ലാവ് പട്ടാള ബാരക്കാക്കി മാറ്റി. കപ്പലുകളെ ആക്രമിക്കാവുന്ന ഒരു പടുകൂറ്റൻ പീരങ്കി ബംഗ്ലാവിന്റെ മുറ്റത്ത് സ്ഥാപിച്ചു. പരീക്ഷണാർത്ഥം കടലിലേക്ക് ഒരു വെടിയുതിർക്കുകയും ചെയ്തു. ശക്തമായ പീരങ്കി വെടിയുടെ പ്രകമ്പനത്തിൽ അറബിയുടെ ബംഗ്ലാവിന്റെ ഒരു ഭാഗം തകർന്ന് നിലംപൊത്തി. അതേ തുടർന്നാണ് ബംഗ്ലാവ് പൊളിച്ചു നീക്കിയതും ഈ വലിയ ബങ്കർ നിർമ്മിച്ചതും. യുദ്ധകാലത്ത് മുറിവേൽക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ചികിത്സിക്കാനുള്ള ഒരു ആശുപത്രിയും ഇവിടെ ഉണ്ടായിരുന്നു. ആകെ 5 ബങ്കറുകളും ഒരു ഒബ്സർവേഷൻ ടവറുമാണ് ഈ കുന്നിൻപുറത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. യുദ്ധകാലത്ത് സാൻസിബാറിന്റെ തീരത്തുകൂടി കടന്നുപോകുന്ന ഓരോ കപ്പലും ഒബ്സർവേഷൻ ടവറിലിരുന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. വേൾഡ് വാർ II ബങ്കറുകൾക്കരികിൽ നിന്നും അബുവിനോടൊപ്പം യാത്ര തുടരുകയാണ്. ബങ്കറുകളുള്ള ഭാഗവും അതിനു ചുറ്റുമുള്ള വലിയൊരു പ്രദേശവും ഇപ്പോൾ സാൻസിബാർ ഗവൺമെന്റിന്റെ കീഴിലാണ്. മ്യൂസിയംസ് ആൻഡ് ആന്റിക്വിറ്റീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇതിന്റെ മേൽനോട്ട ചുമതല. അടുത്തതായി മംഗാപ്പാനിയിലെ ബീച്ച് റിസോർട്ടിലേക്ക് പോകാമെന്നാണ് അബു പറയുന്നത്. സാൻസിബാറിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ബീച്ചെങ്കിലും ക്യാമറയിൽ പകർത്താതെ മടങ്ങുന്നത് ശരിയല്ലെന്ന് തോന്നിയതിനാൽ അക്കാര്യം ഞാൻ അബുവിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ബീച്ച് റിസോർട്ടിനടുത്ത് അബു വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. തെല്ലൊരു പ്രാകൃതാവസ്ഥയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു റിസോർട്ട്. കയറി ചെല്ലുമ്പോഴേ കാണുന്നത് ഒരു ബാറാണ്. ഒരു ബോർഡിൽ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലെ കടൽ നിരപ്പും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് അന്തോണി. ഇദ്ദേഹമാണ് ഈ റിസോർട്ടിന്റെ കെയർടേക്കർ. പകൽ നേരത്ത് ടൂറിസ്റ്റുകൾ ഇവിടെ വരികയും അല്പം മദ്യവും ഭക്ഷണവും കഴിച്ച ശേഷം താഴത്തെ ബീച്ചിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് പതിവ്. അവിടെ കുറേ നേരം വെയിൽ കാഞ്ഞു കിടന്ന ശേഷം സന്ധ്യയോടെ ഹോട്ടലുകളിലേക്കോ ഹോം സ്റ്റേകളിലേക്കോ മടങ്ങുന്നു. ഒരു മരമാണ് ബാറിന്റെ കേന്ദ്രസ്ഥാനം. അതിന്റെ തായ്തടിയിൽ മദ്യക്കുപ്പികൾ. ടൂറിസ്റ്റുകൾക്ക് രാത്രി താമസത്തിനുള്ള സൗകര്യമൊന്നും ഇവിടെയില്ല. അടുക്കളയും ജീവനക്കാരുടെ താമസസ്ഥലവുമെല്ലാം ഈ ഓലക്കെട്ടിടമാണ്. ടോയ്ലറ്റ് ഉൾപ്പെടെ സന്ദർശകർക്കുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നിനി കുന്നിറങ്ങി കടൽ തീരത്തേക്ക് പോകാം.
കുന്നിൻ ചെരുവിൽ കടൽ തീരം വരെ പല തട്ടുകളാണ്. ഓരോ തട്ടിലും ബാറും കിച്ചണും റെസ്റ്റോറൻറ്റുമെല്ലാം കാണാം. ഇന്ന് കുറേ ഗസ്റ്റുകൾ ഇവിടെയുണ്ട്. അവരൊക്കെ ബീച്ചിൽ സൂര്യസ്നാനത്തിലാണ് ഇപ്പോൾ. പാരമ്പര്യ രീതിയിൽ ഓലമേഞ്ഞ ഷെഡുകൾ, എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന തീരം. ഇവിടെ ഇരുന്ന് കടലിനെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം, ബിയർ നുകരാം. തീരത്തൊരു ഭാഗത്ത് വള്ളങ്ങൾ അടുപ്പിച്ചിട്ടിരിക്കുന്നു. പ്രാദേശികരായ മുക്കുവരുടെ മീൻപിടുത്ത വള്ളങ്ങളാണ്. ബീച്ചിന്റെ ഒരു ഭാഗത്ത് വള്ളങ്ങളുടെ റിപ്പയറിംഗ് യാർഡുമുണ്ട്. മംഗാപ്പാനിയിൽ പല ബീച്ചുകളുണ്ട്. അതിലൊന്നാണിത്. ചരിത്രം ഏറെ കടന്നുപോയ കടൽ തീരമാണിത്. ഇതാണ് സാൻസിബാറുകാരുടെ പരമ്പരാഗത വള്ളമായ ഗാലവ. മനോഹരമായി രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് മംഗാപ്പാനിയിലെ ഈ ബീച്ച് റിസോർട്ട്. പരുക്കൻ ഭവം തന്നെയാണ് ഇതിന്റെ സൗന്ദര്യമെന്ന് എനിക്ക് തോന്നി. പുല്ലുമേഞ്ഞ മേൽക്കൂരയും തടികൾ വേണ്ടവിധം മിനുസപ്പെടുത്താതെ നിർമ്മിച്ചിരിക്കുന്ന ഫർണിച്ചറുകളുമെല്ലാം തന്നെയാണ് ഇതിന്റെ സൗന്ദര്യം. ഇവിടെ വരുന്ന പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് ഇതെല്ലാം ഏറെ ആസ്വാദികരമായിരിക്കും. ഇത്തരം കുന്നിൻ ചെരുവുകൾക്ക് ഏറ്റവും യോജിച്ച നിർമ്മിതികൾ ഇതുതന്നെയാണല്ലോ. ഞാൻ റിസോർട്ടിലൂടെ അല്പനേരം ചുറ്റി നടന്നു. ഭക്ഷണമോ മദ്യമോ വേണമെങ്കിൽ ഉടനെ കൊണ്ടുവന്നു തരുമെന്ന് അന്തോണി പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കിത് ഭക്ഷണം കഴിക്കാനുള്ള നേരമല്ല, ജോലിയുടെ ഇടവേളയുമല്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുന്നിൻ ചെരുവിൽ വൃക്ഷനിബിഡമായ വലിയൊരു ഭാഗം. കടലിന്റെ സാന്നിധ്യവും വനത്തിന്റെ സൗന്ദര്യവും കിളികളുടെ കളകൂജനവുമെല്ലാം ഇവിടം ഏറെ ആകർഷകമാക്കി തീർക്കുന്നു. റിസോർട്ടിന്റെ ഷെഡുകൾക്ക് മുന്നിലൂടെ നടന്ന് ബീച്ചിലേക്കിറങ്ങാം. ബീച്ച് വിസ്തൃതമാണ്. പക്ഷേ മികച്ച സീസൺ അല്ലാത്തതുകൊണ്ടാവാം ഇവിടെ അധികം ആളുകളില്ല. 2-3 പേർ കടൽ തീരത്തു നിന്നും കയറി വരുന്നുണ്ട്. റിസോർട്ടിൽ താമസത്തിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ടാവാം വലിയ ജനത്തിരക്കില്ലാത്തത്. സമയം 5 മണിയാവാറായിരിക്കുന്നു. ബീച്ചിൽ ആളൊഴിഞ്ഞതിന് അതുമൊരു കാരണമാവാം. തീരത്ത് ഇപ്പോൾ കാണുന്നത് സ്വദേശികളായ ഏതാനും സ്ത്രീകളെയാണ്. കുട്ടികളുമൊത്ത് വൈകുന്നേരങ്ങളിൽ ബീച്ചിലേക്കിറങ്ങുന്ന നാട്ടുകാർ. കോറൽ റീഫിന്റെ മേഖലയായതിനാൽ ഇവിടെ ചെളി ഉണ്ടാവില്ല. പവിഴപ്പുറ്റിന്റെ പൊടിയാണ് ഈ മണൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ബീച്ചുകളേക്കാൾ ശുദ്ധവും സുന്ദരവുമാണിത്. തീരക്കടലിലാവട്ടെ നല്ല തെളിഞ്ഞ ജലം. തദ്ദേശീയരായ മുക്കുവക്കുട്ടികൾ കടലിലും തീരമണലിലും കുത്തിമറിയുന്നുണ്ട്. ശീതളപാനീയവും ലഘുഭക്ഷണവുമായി ചിലർ. ഒരു ആഫ്രിക്കൻ സുന്ദരി ഇവിടെയുണ്ട്. ഒരു വടിയുമായി കടലിൽ കളിക്കുന്ന കുട്ടികളെ കരയ്ക്കു കയറ്റാൻ ഇറങ്ങിയിരിക്കുകയാണവൾ. ഇതെല്ലാം ഇന്നാട്ടുകാർ തന്നെയാണ്. സുന്ദരിയുടെ വേഷമാണ് ശ്രദ്ധേയം. മോഡേൺ വസ്ത്രത്തിനൊപ്പം ടാൻസാനിയൻ സ്ത്രീകളുടെ തനത് ശിരോവസ്ത്രവുമുണ്ട്. ഫാഷൻ പരേഡിൽ പങ്കെടുക്കുന്ന ഒരു മോഡലിനെ പോലെ അവളങ്ങനെ നടന്നു പോകുന്നു. പവിഴപ്പുറ്റുകൾ ഉറഞ്ഞു രൂപപ്പെട്ട കൂറ്റൻ പാറകൾ ഒരു ഭാഗത്ത്. മണൽപ്പരപ്പിൽ അനവധിയായ ആളുകളുടെ പാദമുദ്രകൾ. തീരത്ത് ഇങ്ങനെ കുറെ ഓലക്കുടകൾ നാട്ടി നിർത്തിയിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ബീച്ചാണ് ഇതെന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇവിടെ കാണുന്ന സംവിധാനങ്ങളെല്ലാം. വലിയൊരു സംഘം സ്വദേശികൾ ഇവിടെയുണ്ട്. ഭക്ഷണവും പാത്രങ്ങളുമെല്ലാമായാണ് ഇവർ കടൽ തീരത്തേക്ക് വരിക. ഇതാണ് സാൻസിബാറിലെ സ്ത്രീകളുടെ രൂപഭാവങ്ങൾ. മോഡേൺ വേഷങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഈ ദ്വീപിലെ സ്ത്രീകൾ. ആഫ്രിക്കക്കാർ കടും നിറമുള്ള വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. അക്കാര്യത്തിൽ സാൻസിബാറുകാരും ഒട്ടും പിന്നിലല്ല. ബീച്ചിലെ ജോലിക്കാരൻ എൻ്റെ സമീപത്തുണ്ടായിരുന്ന കട്ടിലെടുത്തുകൊണ്ടുപോയി.
ബീച്ചിലെ ഇന്നത്തെ സേവനങ്ങൾ അവസാനിക്കുന്നതിൻ്റെ സൂചനയാണത്. ഞാനും ഓലക്കുട ചുവട്ടിൽ നിന്നുമിറങ്ങി മണൽപ്പരപ്പിലൂടെ തിരികെ നടന്നു. കുന്നുകയറി മുകളിലെത്തുമ്പോഴും റിസോർട്ടിന്റെ ഷെഡുകളിൽ അധികം ആളില്ല. ഡ്രൈവർ അബു വണ്ടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് കെയർ ടേക്കർ അന്തോണി പറഞ്ഞു. അന്തോണിയോട് യാത്ര പറഞ്ഞ് റിസോർട്ടിൽ നിന്നുമിറങ്ങി. 1 മണിക്കൂർ നേരം ബീച്ച് റിസോർട്ടിൽ ചെറുതായി ഒന്ന് വിശ്രമിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി റിസോർട്ടുകളും ബീച്ച് റെസ്റ്റോറന്റുകളും സാൻസിബാറിന്റെ തീരങ്ങളിലുണ്ട്. സുന്ദരമായ ബീച്ചുകളാണ് ഇവിടുത്തേത്. അബു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. മംഗാപാനിയിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ്. സാൻസിബാർ സിറ്റിയിലെ സ്റ്റോൺ ടൗണിലേക്ക്. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് സാൻസിബാറിന്റെ ഈ കാഴ്ചകൾക്ക് കേരളത്തിന്റെ ഗ്രാമ്യപ്രകൃതിയിൽ നിന്നും ഒരു വ്യത്യസ്തതയുമില്ലല്ലോ എന്നാണ്. ധാരാളം വാഴകൾ, തെങ്ങുകൾ, ചിലയിടത്ത് നാട്ടുകാർ ഫുട്ബോൾ കളിക്കുന്ന മൈതാനങ്ങൾ, പലയിനം ഫലവൃക്ഷങ്ങൾ വളരുന്ന തൊടികൾ. കാണുന്ന മനുഷ്യരിലും കെട്ടിടങ്ങളുടെ നിർമ്മാണ ശൈലിയിലും മാത്രമേ അല്പം വ്യത്യസ്തത പ്രകടമാകുന്നുള്ളൂ. എന്നാൽ ഓലമേഞ്ഞ വീടുകൾക്ക് ഒരു 3 ദശകങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിൽ കണ്ടിരുന്ന ചെറുവീടുകളുമായി വളരെ സാദൃശ്യമുണ്ട് താനും. കേരളത്തിന്റെ തീരദേശ ഗ്രാമങ്ങളുടെ അതേ പ്രകൃതിയാണ് ഇവിടെയും. മാവും പ്ലാവും മുതൽ നമ്മുടെ നാട്ടിലെ തൊടികളിൽ കാണുന്ന മിക്ക ഫലവൃക്ഷങ്ങളും ഇവിടെയുമുണ്ട്. ഗ്രാമ്പു, ജാതി, കറുവപ്പട്ട തുടങ്ങിയവയെല്ലാം സാൻസിബാറിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള നാടുകളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാര ഇടത്താവളമാവുമ്പോൾ തന്നെ സാൻസിബാറിൽ കൃഷി ചെയ്യുന്ന നാണ്യവിളകളും ഈ ദ്വീപിൽ നിന്ന് വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്നു. ആഫ്രിക്കയുടെ ഭാഗമായ ഒരു ദ്വീപിലൂടെയാണ് പോകുന്നതെന്ന് ഇതുവഴി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തോന്നുകയേയില്ല. കാർ ഹരിതസുന്ദരമായ ഗ്രാമങ്ങൾ പിന്നിട്ടു നീങ്ങുമ്പോൾ സാൻസിബാറിന്റെ ചരിത്രമോർത്ത് ഞാനിരുന്നു. പോർച്ചുഗീസുകാർ സാൻസിബാറിനെ ഒരു കോളനിയായാണ് നിലനിർത്തിപ്പോന്നത്. 1698 ഒമാനിൽ നിന്നെത്തിയ അറബികൾ പോർച്ചുഗീസുകാരെ ഇവിടെ നിന്നും തുരത്തിയതോടെ ഈ ദ്വീപിലെ കോളനി വാഴ്ചക്കാലവും അവസാനിച്ചു. ബ്രിട്ടന്റെ ഒരു കോളനിയായിരുന്നു സാൻസിബാർ എന്ന് പറയാനാവില്ല. 1890 ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സാൻസിബാറിന്റെ സംരക്ഷണ ചുമതല ബ്രിട്ടൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രിട്ടന്റെ പ്രൊട്ടക്ടറേറ്റ് രാജ്യമായി മാറി സാൻസിബാർ. അതുകൊണ്ട് തന്നെ സാൻസിബാറിൽ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 1963 ഡിസംബർ 13 സാൻസിബാറിന്റെ സംരക്ഷണ ചുമതല ബ്രിട്ടൻ വിട്ടൊഴിഞ്ഞു. അതോടെ ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ ഉൾപ്പെട്ട ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി സാൻസിബാർ മാറി. സുൽത്താനായിരുന്നു ഭരണത്തലവൻ. 1964 ജനകീയ വിപ്ലവം സുൽത്താനെ ഭരണത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് സാൻസിബാർ നിലവിൽ വന്നു. ഇക്കാലമായപ്പോഴേക്കും മെയിൻലാൻഡിലെ ടാങ്കനിക്ക എന്ന രാജ്യം ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിരുന്നു. 1964 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് സാൻസിബാറും ടാങ്കനിക്കയും കൂടിച്ചേർന്ന് യുണൈറ്റഡ് റിപ്പബ്ലിക് ഓഫ് ടാൻസാനിയ എന്ന പുതിയ രാജ്യമായി തീർന്നു. ടാൻസാനിയയുടെ ഭാഗമാകുമ്പോഴും ഒരു സെമി ഓട്ടോണമസ് പ്രദേശമാണ് സാൻസിബാർ. സ്വന്തമായൊരു ഭരണഘടനയും പ്രസിഡന്റും സാൻസിബാറിനുണ്ട്. ചാമാച്ച മബുണ്ടുസി പാർട്ടിയുടെ നേതാവായ അലി മുഹമ്മദ് ഷെയ്നാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ടാൻസാനിയയുടെ മെയിൻലാൻഡിനെ അപേക്ഷിച്ച് സാമ്പത്തികമായി വലിയ വളർച്ചയൊന്നും കൈവരിച്ചിട്ടില്ലാത്ത പ്രദേശമാണ് സാൻസിബാർ. ടൂറിസം ഇപ്പോൾ ഇന്നാടിന്റെ പ്രധാന വരുമാന മാർഗമാണ്. ഉൾനാടുകളിൽ നടക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷി തന്നെയാണ് ഇപ്പോഴും സാൻസിബാറിന്റെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ല്. യാത്രക്കിടെ ചെറിയ അങ്ങാടികൾ പിന്നിടുന്നുണ്ട്. 1 നൂറ്റാണ്ട് മുൻപത്തെ അവസ്ഥയിൽ ഇന്നും നിലനിൽക്കുകയാണ് ഇത്തരം പ്രദേശങ്ങളെന്ന് തോന്നും. ഉൾഗ്രാമങ്ങളിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മലഞ്ചരക്ക് ഇത്തരം ചെറു ടൗണുകളിലെ കടകളിലാണ് അവർ വിൽക്കുന്നത്. നല്ല പാത, അതിൽ പുതിയ തരം വാഹനങ്ങളും കാണുന്നുണ്ട്. മറ്റു കാഴ്ചകളെല്ലാം സാൻസിബാറിന്റെ പഴയൊരു കാലത്തെയാണ് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ചെറു ടൗണുകൾ തന്നെയാണ്. അതിന്റെ രൂപഭാവങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തന്നാൽ മാത്രമേ സാൻസിബാർ ഒരു ദൃശ്യമായി മനസ്സിൽ പതിയുകയുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ ഈ സൂക്ഷ്മാംശങ്ങൾ കൂടി ക്യാമറയിൽ പകർത്തുന്നത്. ഒരു ടൗൺ പിന്നിട്ടാൽ പിന്നെ കുറേ ദൂരം വിജനമായ വെളിമ്പറമ്പുകളും കൃഷിയിടങ്ങളുമാവുന്നു കാഴ്ച. മിക്ക കെട്ടിടങ്ങളും തകരം മേഞ്ഞതാണ്. അതെല്ലാം അടുത്ത കാലത്ത് ഓലയിൽ നിന്ന് തകരഷീറ്റിലേക്ക് മാറിയതാണെന്ന് വ്യക്തം. തെങ്ങിൻ തോപ്പുകൾ, മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന തൊടികൾ, നെൽകൃഷി നടക്കുന്ന വയലുകൾ, അതെല്ലാം പിന്നിട്ട് സാൻസിബാറിലെ സ്റ്റോൺ ടൗണിലേക്ക് സഞ്ചാരം തുടരുകയാണ്.